ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടധികാർ യാത്രയ്ക്ക് നാളെ തുടക്കം. വോട്ടർ പട്ടിക പരിഷ്കരണവും വോട്ടർ പട്ടികയിലെ ക്രമക്കേടും ഉയർത്തിയാണ് യാത്ര. RJD നേതാവ് തേജസ്വി യാദവും രാഹുലിനൊപ്പം യാത്രയിലുണ്ടാകും. രാകേഷ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. രാകേഷ്, നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും പ്രധാനമായി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണം അത് ശക്തമായിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കാൻ ആരോപണത്തിന് സാധിച്ചു. പ്രധാനമായും നമുക്കറിയാം 5 ചോദ്യങ്ങളടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉന്നയിച്ചു. അതിന് ഉത്തരം പോലും കിട്ടിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വോട്ടധികാർ യാത്രയ്ക്ക് നാളെ തുടക്കമാകുന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഭവ്യ, 2 യാത്രകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട്. അതൊന്ന് ഭാരത് ജോഡോ യാത്രയായിരുന്നു, കന്യാകുമാരിയിൽ നിന്ന് ജമ്മു കശ്മീരിലേക്ക്. അതിനുശേഷം അസമിൽ നിന്ന് മുംബൈയിലേക്ക് ഭാരത് ജോഡോ ന്യായ് യാത്രയും രാഹുൽ ഗാന്ധി നടത്തി. ഈ യാത്രയുടെയൊക്കെ തന്നെ ഗുണം ഉണ്ടായി എന്ന കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ട്. കണക്കുകൾ നോക്കുമ്പോൾ കോൺഗ്രസ് സമീപകാലത്ത് വലിയ പ്രകടനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തുകയും ചെയ്തു. ബീഹാറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബീഹാറിൽ JDUവിന്റെ ഭരണമാണ്. ഈ 2005 മുതൽ ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രമെടുത്താൽ JDU ആണ് ഭരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായാലും അല്ലെങ്കിൽ NDAയുടെ ഭാഗത്താണെങ്കിലും നിതീഷ് കുമാർ തീരുമാനിക്കുന്ന ആൾ അല്ലെങ്കിൽ നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയായ ചരിത്രമാണ് ബീഹാറിനുള്ളത്. അപ്പോൾ 2005 മുതൽ RJD അവിടെ പലപ്പോഴായി പ്രതിപക്ഷത്താണ്. ഭൂരിപക്ഷം സമയത്തും സർക്കാരിന്റെ ഭാഗമല്ല RJD. കോൺഗ്രസ് RJDയുടെ സഖ്യകക്ഷിയാണ്. ബീഹാറിലേക്ക് വരുമ്പോൾ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം കഴിഞ്ഞ കുറേ മാസങ്ങളായി വലിയ ചർച്ചാ വിഷയമാണ്. ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധങ്ങൾ നടത്തുന്നത് ഇന്ത്യ സഖ്യം. ലോക്സഭ പലപ്പോഴും പാർലമെന്റ് നടപടികൾ തന്നെ ഈ വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ബഹളത്തിൽ തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടികയിലെ പരിഷ്കരണം, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി തന്നെ ഉന്നയിച്ച വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, ഈ 2 വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇപ്പോൾ യാത്രയ്ക്ക് ഏതായാലും തുടക്കമാകുന്നത്. നാളെ സാസാറാമിൽ നിന്നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. ഏതാണ്ട് 13 ദിവസം രാഹുൽ ഗാന്ധി സംസ്ഥാനത്തെ പലയിടങ്ങളിൽ യാത്ര നടത്തും. ഏതാണ്ട് 10 ജില്ലകളിലൂടെ ഈ യാത്ര കടന്നു പോവുകയും ചെയ്യും. അതിനുശേഷം 30-ാം തീയതിയാണ് ഈ യാത്ര ആറയിലാണ് അവസാനിക്കുക എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയുന്നത്. തീർച്ചയായും ഈ വോട്ടർ പട്ടികയിൽ നിന്ന് വലിയ തോതിൽ ആളുകളെ ഒഴിവാക്കാനുള്ള ശ്രമം ബോധപൂർവം നടത്തുന്നുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഈ യാത്ര കടന്നു പോവുക. ഏതായാലും ഇന്ത്യ സഖ്യത്തിന് നേതാക്കളൊക്കെ തന്നെ ഈ യാത്രയുടെ ഭാഗമാകും. പലയിടങ്ങളിലായി അണിചേരും എന്നാണ് നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. തേജസ്വി യാദവ് നിലവിൽ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഈ യാത്രയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിക്കൊപ്പം 13 ദിവസം ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും വലിയ തോതിൽ ഈ വോട്ടർ പട്ടിക വിഷയം ഏറ്റെടുക്കുകയാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും. അതാണ് നാളെ ബീഹാറിൽ കാണാൻ പോകുന്നത്. വലിയൊരു യാത്രയ്ക്ക് ഏതായാലും ഇന്ത്യ സഖ്യം അവിടെ തുടക്കം കുറിക്കാൻ പോകുകയാണ്. ഭവ്യ, ശരി. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.